നവരാത്രിയോടനുബന്ധിച്ച് ബൊമ്മക്കൊലു ഒരുങ്ങി. കോട്ടയം ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ആചാരപ്രകാരം ബൊമ്മക്കൊലു വെച്ച് നവരാത്രി പൂജകൾ ആരംഭിച്ചു. തിന്മയുടെ മേൽ നന്മ വിജയം നേടുന്ന ഉത്സവമാണ് നവരാത്രി ആഘോഷം. മഹിഷാസുര വധവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ആചാരത്തിനാധാരം. മഹിഷാസുരനെ വധിക്കാൻ ദേവിക്ക് ദേവന്മാരും സകല ജീവരാശികളും ശക്തി പകരുന്നു. ശക്തി നൽകിയതോടെ ഇവയെല്ലാം മൺപാവകളായി മാറുന്നു. നവരാത്രി ദിവസങ്ങളിൽ പ്രതിമകളെ ഭക്തർ പൂജിക്കുന്നു. ദേവിയുടെ 9 ഭാവങ്ങളാണ് 9 പടികളും പ്രതിനിധീകരിക്കുന്നത്. മരപ്പാവകളും കളിമണ്ണും പ്ലാസ്റ്റോ പാരീസിലും നിർമ്മിച്ച പ്രതിമകളാണ് ഓരോ പടികളിലും വെക്കുന്നത്. ബൊമ്മക്കൊല്ലുല ഇപ്പൊ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഈ 9 ദിവസങ്ങൾ ദേവിക്ക് 9 ഭാവങ്ങളിലായിരിക്കുന്നു. അതവിടെ 9 ഭാവങ്ങൾ വെച്ചിട്ടുണ്ട്. ദേവി മഹിഷാസുരൻ മർദ്ദിനെ നിഗ്രഹം ചെയ്യാനായിട്ട് വരുമ്പോൾ ആ പവർക്ക് ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവനോട് രാക്ഷസനല്ലേ, അപ്പൊ പെണ്ണുങ്ങൾക്ക് ഒരു പരിധി വരല്ല. അപ്പൊ ദേവൻ അസുരന്മാർ എല്ലാവരും ജീവരാശികളെല്ലാം അവരവരുടെ ചൈതന്യത്തെ ദേവിക്ക് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു മൊത്ത ചൈതന്യം കൊണ്ട് അവരെ ഇവിടെ മഹിഷാസുരൻ ചെയ്യുന്നു. അവരുടെ ചൈതന്യം കൊടുത്തുകൊണ്ട് ഇവരെല്ലാം മൺപാവയെ പോലെ നിൽക്കുന്നു. അപ്പൊ അതാ ഐതിഹ്യം. വിജയദശമി നാളിൽ മഹിഷാസുരനെ വധിച്ച് ദേവി വിജയം നേടി തിരികെ ചൈതന്യം ദേവഗണങ്ങൾക്ക് നൽകുന്നു. ഇതാണ് ബൊമ്മക്കൊലുവിന്റെ ഐതിഹ്യം. പുരാണ കഥകളെ അടിസ്ഥാനമാക്കി കണ്ണപ്പൻ, രാവണൻ, സൂര്യരഥം, ആൾവാൾക്കൽ എന്നീ ബൊമ്മകളും കൊലുവിൽ വെക്കുന്നു. കോട്ടയം ബ്രാഹ്മണ സമുദായ മഠത്തിലെ വനിതാ വിഭാഗമാണ് ആചാരത്തനിമയിൽ ബൊമ്മക്കൊലു ഒരുക്കിയത്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.